എന്ന വിഷയത്തിൽ വരുന്ന ഒരു മണിക്കൂർ നേരം നമ്മൾ സംവദിക്കുകയാണ്. എന്നോടൊപ്പം ശ്രീ എസ് ഗോപാലകൃഷ്ണനും ശ്രീ പി എൻ ഗോപികൃഷ്ണനും ഉണ്ട്. സച്ചിദാനന്ദ സ്വാമികൾ അല്പസമയത്തിനകം എത്തിച്ചേരും. യുഗപുരുഷനായ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾ എങ്ങനെയാണ് ഭാവി ലോകത്തെ വഴി നടത്തുന്നത് എന്നാണ് വരുന്ന ഒരു മണിക്കൂർ നേരം നമ്മൾ സംവദിക്കുക. ഈ ഒരു മണിക്കൂറിന്റെ അവസാനത്തെ 10 മിനിറ്റ് ചോദ്യോത്തരത്തിനുള്ള അവസരം കൂടി ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. നമുക്കറിയാവുന്നതുപോലെ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ശ്രീനാരായണ ഗുരു സമൂഹത്തിൽ വിപ്ലവമാണ് ഉണ്ടാക്കിയത്. 19-ാം നൂറ്റാണ്ടിലാണ് അരുവിപ്പുറത്ത് അദ്ദേഹം പ്രതിഷ്ഠ നടത്തുന്നത്. 20-ാം നൂറ്റാണ്ടിലാണ് SNDP യോഗത്തിന്റെ സ്ഥാപനവും ശിവഗിരിയുടെ സ്ഥാപനവും നമുക്ക് ജാതിയില്ല എന്ന വിളംബരവും ഒക്കെ ഉണ്ടാവുന്നത്. 2 നൂറ്റാണ്ടുകളെ ഉദ്ദീപിച്ച ഗുരു ഈ കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിലും പ്രസക്തനാണ്. വരുന്ന നൂറ്റാണ്ടുകളിലും അദ്ദേഹത്തിന്റെ ചിന്താലോകം പ്രസക്തമാണ്. അത് ഏതെല്ലാം നിലയിലാണ് സമൂഹത്തെ പുതുക്കി പണിയുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ അന്വേഷിക്കാൻ പോകുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുമ്പോൾ ആ ഭരണഘടനയുടെ മൂലതത്വങ്ങൾ എന്നുള്ളത് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നീതിയുമായിരുന്നു. അരുവിപ്പുറത്ത് നെയ്യാറിൽ നിന്ന് ഒരു കല്ല് മുങ്ങിയെടുത്ത് അത് പ്രതിഷ്ഠിച്ചുകൊണ്ട് നാരായണ ഗുരു പറഞ്ഞതും അത് തന്നെയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അതേ പ്രിൻസിപ്പിളിലാണ് ഇന്ത്യ എന്ന മഹാരാജ്യം പിന്നീട് കെട്ടിപ്പടുക്കപ്പെട്ടത് പോലും. ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി കെട്ടിപ്പടുക്കപ്പെട്ടത് പോലും അതേ ആശയത്തിലാണ്. ആ ആശയത്തിന്റെ സത്തയിലാണ് ഈ രാജ്യം നിലകൊള്ളുന്നത് തന്നെ. വരും നൂറ്റാണ്ടുകളിലും അത്തരത്തിൽ സോദരത്വേന വാഴുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നാരായണ ഗുരു എങ്ങനെ ഇന്ധനമാകും എന്ന് ചർച്ച ചെയ്യുകയാണ് നാം. ആദ്യം ശ്രീ പി എൻ ഗോപികൃഷ്ണൻ. നാരായണ ഗുരു അദ്വൈതിയായ ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം ആർഷഭാരതത്തിന് ആ നിലയ്ക്കൊരു വഴിവിളക്കാണ്. അതേസമയം തന്നെ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം സമൂഹത്തെ വിപ്ലവകരമായി പുതുക്കി പണിതിട്ടുണ്ട്. നാം നിന്നിരുന്ന സമൂഹം വലിയ തോതിലുള്ള ഒരു കടച്ചിലിന് വിധേയമായി മാറാൻ ഇടയാക്കിയത് ഗുരുവാണ്. ഈ 2 അംശങ്ങളിലും നമുക്ക് ഗുരുവിനെ കാണാം, 2 തലത്തിൽ കാണാം. ഇത് രണ്ടും സന്നിവേശിച്ചിരുന്ന ജീവിതമാണ് ഗുരുവിൻ്റെത്. ആ ഗുരുവിന്റെ സന്ദേശം എങ്ങനെയാണ് ഭാവി കാലത്തെ നിർമ്മിക്കുന്നത്? താങ്കളുടെ ആദ്യത്തെ അതിലെ ടേക്ക് എന്താണ്? ഇന്ത്യയിലെ വലിയ മനുഷ്യരുടെ, അവരെഴുത്തുകാരായിക്കൊള്ളട്ടെ, സാമൂഹ്യ പരിഷ്കർത്താക്കളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മതപരിഷ്കർത്താക്കളായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ പരിഷ്കർത്താക്കളായിക്കൊള്ളട്ടെ, ഇന്ത്യയിലെ ഈ വലിയ മനുഷ്യരുടെ സംഭാവനകൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അവർ ചെയ്തതെന്ന് കാണാൻ പറ്റും. ഒന്ന്, അവരുടെ ഉള്ളിലൊക്കെ തന്നെ ഒരു ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള, സമത്വത്തിന് വേണ്ടിയുള്ള വലിയൊരു ദാഹം ഉണ്ടായിരുന്നു. 2, അവരുടെ ഉള്ളിൽ പുതിയൊരു സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയുള്ള, പുതിയൊരു ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ആധുനികതയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സമത്വത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, പുതിയ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ആധുനികതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം. ഇത് 3ഉം മോറോർലെസ് നമുക്ക് ഈ പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകരുടെ ഒക്കെ സംഭാവനകൾ നോക്കിയാൽ, ഒരുപക്ഷെ നവോത്ഥാന നായകർ എന്ന് നാം പേരിട്ട് വിളിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ ഭക്തി പ്രസ്ഥാനത്തിലെ കവികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇത് വലിയൊരർത്ഥത്തിൽ ഗുരുവിൽ ഇടപെറ്റി കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള ബൈനറി വെച്ച് ചെന്നാൽ അത് കിട്ടില്ല. ഇതൊക്കെ ചേർന്ന് കിടക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ തന്നെ ഈ ചില കാഴ്ചകൾ നമ്മൾ ഈ ചെറിയ കണ്ണുകൊണ്ട് കണ്ടാൽ കാണുള്ളൂ എന്ന് പറയും, ബാല്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കണം എന്ന് പറയും. എൻ്റെ ചെറുപ്പത്തിലെ ഒരു ഗുരുവനുഭവം എന്ന് പറയുന്നത് വളരെ രസകരമായ ഗുരുവനുഭവമാണ്. ഞാൻ എൻ്റെ വീട്ടില് ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പ്രാർത്ഥന ചൊല്ലി കേട്ടിട്ടുള്ള ദൈവസങ്കല്പമാണ്. അത് ഈ നരകവാരുതി നടുവിൽ നിന്ന് തന്നെ കരകയറ്റിയിടണം ശിവശംഭു എന്നൊക്കെ പറയുന്ന ഒരു വലിയ നിലവിളിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വലിയ ശിക്ഷയും രക്ഷയൊക്കെ തരാൻ അധികാരമുള്ള വലിയ ഒരു തരത്തിലുള്ള പരമാധികാരിയായ ദൈവം എന്നാണ്. ശപിക്കാനും അതുപോലെ തന്നെ രക്ഷിക്കാനും ഒക്കെ കഴിവുള്ള ഒരു ദൈവം എന്നുള്ളതാണ്.
അപ്പൊ എൻ്റെ ചെറുപ്പത്തിൽ ഞാനിത് കേട്ടാണ് വളരുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിലെ ദൈവസങ്കല്പം ഇതാണ്: ഒരു വെക്കേഷൻ, ഒരു വേനലവധി കാലത്ത് ഞാൻ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ പോവാണ്. ഈ അമ്മാവിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ദൈവദർശനം കേൾക്കുന്നത്. ആ വീട്ടിലെ അമ്മാവൻ്റെ അച്ഛൻ ചൊല്ലിയിട്ടാണ് ഇത് കേൾക്കുന്നത്. ഇത് കേട്ടപ്പോ ആദ്യം തന്നെ ഞാൻ പേടിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാല് ഈ സാധാരണ ഞാൻ കേട്ട് വളർന്ന പ്രാർത്ഥനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോണുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ നീ എന്നാണ് വിളിക്കുന്നത്. നീയല്ലോ ദൈവം, സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കാലോ, നീ സത്യം ജ്ഞാനമായെന്ന്. ദൈവത്തെ നീ എന്ന് വിളിക്കുകയാണ്. ഞാൻ കേട്ടു വന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഈ പരമാധികാരിയായുള്ള ദൈവം, ശിക്ഷിക്കാനും രക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ദൈവത്തിൽ നിന്ന് പെട്ടെന്ന് ദൈവത്തെ നീ എന്ന് വിളിക്കുന്ന ഒരു പ്രാർത്ഥന കേൾക്കുകയാണ്. അപ്പൊ ഈ കൊച്ചുകുട്ടിക്ക് അത് മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഈ പ്രാർത്ഥന തുടർന്ന് തന്നെയാണ്, എല്ലാം പ്രാർത്ഥന തന്നെ. അപ്പൊ ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള വ്യതിയാനം സങ്കല്പത്തിൽ പോലും വരുത്തുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, പുതിയ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ്. അപ്പൊ ദൈവസങ്കല്പത്തിനെ പോലും മാറ്റി എഴുതാൻ കെൽപ്പുള്ള തരത്തിലുള്ള ഒരു വലിയ ഉൾക്കാഴ്ച അപ്പൊ ഈ ദൈവസങ്കല്പത്തിനെ പോലും തിരുത്തുന്ന തരത്തിലുള്ള വലിയ ഒരു സൂക്ഷ്മ ദർശനം ഗുരു വരുത്തുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ പുതിയ ദൈവമാണ് പുതിയ മനുഷ്യകുലത്തിന് ആവശ്യം. ഇന്നലത്തെ ദൈവമല്ല, പുതിയ ദൈവം വേണം. എന്ന് പറഞ്ഞാൽ ദൈവം കുറെ കൂടി സത്യവും ജ്ഞാനവും ആനന്ദവുമായി നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു ദൈവം വേണം. ആ തരത്തിൽ മാറ്റുന്നുണ്ട്. മാത്രമല്ല, ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ജാതി ലക്ഷണവും ജാതി നിർണ്ണയം ഇവിടെ ശ്യാംകുമാർ പറയുന്നുണ്ട്. 1914 എഴുതുന്ന കൃതികളാണ്. ഈ ജാതി ലക്ഷണവും ജാതി നിർണ്ണയവും എഴുതുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗാന്ധിയുടെ ജീവിതത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഗാന്ധി നവഖാലിയില് വലിയ വർഗീയ കലാപം നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുന്നു. ഗാന്ധിക്ക് ഇതിനും പരിഹാരമൊന്നുമില്ല. ഇവിടെ വർഗീയതയുടെ പേരിൽ രക്തപ്പുഴ ഒഴുകുന്നു. ഇത് നിർത്താനുള്ള ഒരു മരുന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോഴും ഇല്ല, അവിടെ ചെല്ലുമ്പോഴും ഇല്ല. ആകെ പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരനെ പോലെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴൊക്കെ നിന്നിട്ടുണ്ടോ അന്നൊക്കെ രാജ്യം വളരെ പുരോഗതിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഖിലാഫത്തിന്റെ കാലത്തായാലും നിരവധി ഉദാഹരണങ്ങൾ ഗാന്ധി പറയുന്നുണ്ട്. അപ്പൊ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിന്ന കാലത്ത് ഒരു രാജ്യം എന്ന നിലയിൽ ഉയർച്ച ഉണ്ടായെങ്കിൽ എപ്പോഴൊക്കെ പിരിഞ്ഞു നിന്നിട്ടുണ്ടോ അന്നൊക്കെ പാതാളത്തിലേക്ക് ഈ രാജ്യം പോയിട്ടുണ്ടെന്നാണ്. ഇങ്ങനെ പറഞ്ഞ് ബീഹാറിലെത്തുമ്പോൾ ബീഹാറിൽ വലിയ തരത്തിലുള്ള ജനോസൈഡാണെന്ന് നടന്നത്. വലിയ തരത്തിലുള്ള വംശഹത്യയാണ് നടന്നത്. അത് അന്ന് വംശഹത്യക്ക് പോലും ഒരു നിർവചനം ഇല്ലാത്തതുകൊണ്ടാണ് 48-ലാണ് വംശഹത്യക്ക് നിർവചനം ഉണ്ടാവുന്നത്. ഇതതിനു മുമ്പ് നടന്നുകൊണ്ട് വംശഹത്യ നമ്മൾ പറയുന്നില്ല. അത് കാരണം അവിടെ ചെല്ലുമ്പോൾ ഗാന്ധിയുടെ ടോൺ മാറുന്നുണ്ട്. അവിടെ ഈ ഗാന്ധി മൈതാനത്തിൽ, ഇപ്പം പാറ്റ്നയിലെ ഗാന്ധി മൈതാനത്തിൽ ദിവസവും അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു ദിവസം പ്രസംഗം തുടങ്ങുന്നത് അതുവരെ പറഞ്ഞിരുന്ന ആ വാചകത്തിന് നിഷേധിച്ചാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരെ പോലല്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങുന്നത്. ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടുകയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരരെ പോലല്ല, മറിച്ച് അവർ സഹോദരർ തന്നെയാണെന്നാണ് അടുത്ത വാചകം. ഈ പോലെ എന്ന് പറയുന്നത് എടുത്തു കളയാണ്. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിണാമമാണ്. അപ്പൊ ഈ ജാതി ലക്ഷണവും ജാതി നിർണയവും എഴുതുന്നതിന് മുമ്പ് ഗുരു പറഞ്ഞിരുന്നത് ജാതി നിർമ്മാർജ്ജനം ചെയ്യണം, ജാതി വേണ്ട, ഇങ്ങനെ പറഞ്ഞിരുന്ന ഗുരു ഈ രണ്ട് കൃതി എത്തുമ്പോ ജാതി ഇല്ലാന്ന് കണ്ടുപിടിക്കുകയാണ്. ജാതി ഇല്ല, ജാതി നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഒരു ജാതി ഇല്ല. അപ്പം അത്രയും ആഴത്തില് ഗുരു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മതപരിവർത്തനം എന്നൊക്കെ പറയുന്ന കാര്യം ഗുരു പലപ്പോഴും മൈൻഡ് ചെയ്യാത്തത്. അല്ലാതെ അത് ആ മതം ഈ മതം എന്നൊക്കെ പറയുന്നത് കാരണം അതില്ല, ഇല്ലാത്തൊരു കാര്യമാണ്. മാത്രല്ല ഈ 24-ലെ ഈ സർവ്വ സമ്മേളനത്തിന്റെ ആമുഖം സത്യവ്രത സ്വാമികളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അതിൽ വലിയൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചികിത്സയ്ക്ക് ഹോമിയോ വേണോ, അതുപോലെ തന്നെ യുനാനി വേണോ, അലോപ്പതി വേണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതേപോലെ തന്നെയാണ് മാനസികമായ കാര്യത്തിലും നിങ്ങൾ ഒരു മതത്തിൽ സ്റ്റിക്കോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എവിടുന്നാണോ ആവശ്യം ആ സമയത്ത് എടുക്കാമെന്ന് പറയുന്ന തരത്തിൽ മോഡേണൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഗുരുവിന്റെ ഒരു മോഡേണൈസേഷൻ പ്രക്രിയ എന്ന് പറയുന്നത്, ആധുനികീകരിക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ
അത് ഇവിടെയുള്ള എല്ലാത്തിനെയും ആധുനീകരിക്കുന്നുണ്ട്. മതസങ്കല്പത്തെ ആധുനീകരിക്കുന്നുണ്ട്, ജാതി സങ്കല്പത്തെ ആധുനീകരിക്കുന്നുണ്ട്, മനുഷ്യ സങ്കല്പത്തെ ആധുനീകരിക്കുന്നുണ്ട്, ദൈവസങ്കല്പത്തെ പോലും അത് ആധുനീകരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സംഗതിയാണ് യഥാർത്ഥത്തില് ഒരു ലോകത്തിലെ അഭിലാഷ് പറഞ്ഞ പോലെ ഇക്വാലിറ്റിയിലേക്കും ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വലിയ ആശയത്തിലേക്കും ഇതെല്ലാം ചേർന്നിട്ടുള്ള ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനീതി എന്ന് പറയുന്ന മനുഷ്യനീതി കുറച്ച് കഴിയുമ്പോൾ സകല ചരാചരങ്ങളോടുള്ള നീതിയാവും, പ്രപഞ്ചത്തോടുള്ള നീതിയാവും. ആ നീതി ദർശനം എന്ന് പറയുന്ന അത് വളരെ മോഡേൺ ആണ്, വളരെ സ്പിരിച്വൽ ആണ്, അതേസമയം വളരെ മെറ്റീരിയലും ആണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഈ ആത്മോപദേശ അദ്ദേഹത്തില് ഈ പറയുന്ന പ്രയത്നത്തിനെ നിർവചിക്കുന്നുണ്ടല്ലോ, അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലും ചെയ്തിടുന്നു. ഇത് നമ്മൾ സയൻസില് ഈ ഫോഴ്സ് വർക്ക് പഠിക്കുമ്പോൾ എന്താണ് പ്രയത്നം, സയൻസിൽ സയന്റിഫിക് ആയിട്ട് ഒരാൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഒരു മതിൽ തള്ളിപ്പിടിച്ചു എന്ന് വിചാരിക്കുക. ആൾ അധ്വാനിച്ചു, ക്ഷീണിച്ചു, വൈകിട്ട് തിരിച്ചു വന്നു. സയൻസിലെ പ്രയത്നം പൂജ്യമാണ്, കാരണം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല. ഈ എന്തിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്രയത്നം. ഇവിടെ പ്രയത്നം എന്ന് പറയുന്ന വളരെ അമൂർത്തമായ ആശയം, അധ്വാനം എന്ന് പറയുന്ന വളരെ അമൂർത്തമായ ആശയത്തിനെ വളരെ മെറ്റീരിയലായിട്ട് എടുത്തു വയ്ക്കുകയാണ്. നീ പ്രയത്നിച്ചിട്ട് മറ്റവന് എന്ത് ഗുണമുണ്ടായി, അവരന് എന്ത് ഗുണമുണ്ടായി. അപ്പൊ നമ്മൾ പറയും ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു, വളരെ കഷ്ടപ്പെട്ട് ആണ് ഇവിടെ എത്തിയത്. ഇത് ഗുരുവിന്റെ കണക്കിൽ ഇത് കഷ്ടപ്പാടേ അല്ല, ഇത് പ്രയത്നേ അല്ല, അധ്വാനമല്ല. നീ കഷ്ടപ്പെട്ടിട്ട് നിന്റെ അപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി, ഒരു സമൂഹം എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാന തത്വത്തിലേക്ക് അത് മെറ്റീരിയലായിട്ട് നമ്മളീ പറയുന്ന അമൂർത്ത സങ്കല്പങ്ങളെ മുഴുവൻ, മതവും ആധ്യാത്മികതയൊക്കെ മുന്നോട്ട് വെക്കുന്ന അമൂർത്ത സങ്കല്പങ്ങളെ മുഴുവൻ മെറ്റീരിയൽ ആയിട്ടുള്ള തലത്തിലേക്കും ഒരു പ്രാക്ടീസിന്റെ തലത്തിലേക്കും വളരെ സട്ടിലായിട്ടും പോയിറ്റിക്കായിട്ടും കൊണ്ടുവന്നു എന്നുള്ളതാണ് എനിക്ക് ഗുരുവിനെ ഒരു ഈ പറഞ്ഞ പോലെ ഭാവിയിലെ മനുഷ്യൻ എന്നുള്ള നിലയിൽ കാണാൻ സാധിക്കുന്നത്. സച്ചിദാനന്ദ സ്വാമികളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അങ്ങ് തയ്യാറാണോ? ആ, ഓക്കെ. ശ്രീ എസ് ഗോപാലകൃഷ്ണൻ, ഇവിടെ ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികൾക്ക് അവതാരിക എഴുതിയപ്പോൾ സുമാർ അഴീക്കോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നാരായണ ഗുരു വിവേചനങ്ങളെ കണ്ടതിന് ശേഷമാണ് വേദാന്തം പഠിച്ചത്, അതല്ലാതെ വേദാന്തം പഠിച്ചതിന് ശേഷം, വേദാന്തി ആയതിനു ശേഷം വിവേചനങ്ങൾ കാണുകയല്ല ഉണ്ടായത്. അദ്ദേഹം അദ്വൈതി ആയതിന് കാരണം തന്നെ, അദ്വൈത ദർശനം അദ്ദേഹം സ്വാംശീകരിക്കാൻ കാരണം തന്നെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം കണ്ടിട്ടുള്ള വിവേചനങ്ങളുടെ, ജാതി വിവേചനത്തിന്റെ അന്തരീക്ഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഭാവി നോക്കുമ്പോൾ, ഭാവി ലോകത്ത്, ഭാവി ഇന്ത്യയിൽ, ഭാവി കേരളത്തിൽ ഗുരുവിന്റെ ഏത് ഘടകമായിരിക്കും കൃത്യമായ ഒരു വഴിവിളക്കായി നിൽക്കുക? ഈ ഭാവി എന്ന ഒരു പാരാമീറ്റർ വെച്ച് ഗുരുവിനെ സമീപിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായ അതിനോടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭൂതം, വർത്തമാനം, ഭാവി എന്ന നിലയിൽ സത്യാന്വേഷണം നടത്തിയ ഒരാളായിരുന്നില്ല നാരായണ ഗുരു എന്നാണ് എൻ്റെ ധാരണ. ഈ കാലം ഒരു ഘടകമായിരുന്നതേയില്ല ഗുരുവിൽ. അതുകൊണ്ട് ഗുരുവിൻ്റെ ഇന്നത്തെ പ്രസക്തി, ഗുരുവിൻ്റെ ഭാവിയിലെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. ഗുരുവിനെ നമുക്ക് എങ്ങനെ സ്വാംശീകരിക്കാം, ഗുരുവിനെ നമുക്ക് ഇന്ന് എങ്ങനെ ഉപകരിക്കാം, ഗുരുവിനെ ഭാവിയിൽ നമുക്ക് മനുഷ്യ സംസ്കാരത്തിനും മനുഷ്യ സംസ്കൃതിക്കും എങ്ങനെ ഉപകാരപ്പെടാം എന്നുള്ളത് നമ്മുടെ ഒരു യൂട്ടിലിറ്റേറിയൻ ഇതാണ്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു കാലത്തെ, ഗുരുവിൻ്റെ രചനകളിൽ ആകമാനം നോക്കുമ്പോൾ നാം ഏറ്റവും കുറച്ച് കാണുന്ന പരിഗണന എന്ന് പറയുന്നത് തന്നെ കാലമാണ്. കാലത്തെക്കുറിച്ച് അധികം സംസാരിക്കുകയോ, പറഞ്ഞിട്ടുള്ളത് തന്നെ കാലാന്തകൻ എന്നൊക്കെ, ശിവനെ കാലാന്തകൻ എന്ന് വിളിക്കുമ്പോഴൊക്കെ അല്ലാതെ ഈ കാലം ഒരു പരിഗണനയായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവിനെ കാണുമ്പോഴുള്ള ഈ പ്രൊഫറ്റസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പ്രവാചകൻ, ഈ പ്രോഫറ്റ് എന്ന ഗ്രീക്ക് വാക്ക്, പ്രൊഫറ്റസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്രോഫറ്റ് ഉണ്ടാകുന്നത്. ഈ പ്രോഫറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രോഫറ്റ് ദൈവത്തിന്റെ പ്രതിനിധിയാണ്. പ്രോഫറ്റ്
ഒരു ദൈവത്തിനെ പ്രതിനിധീകരിച്ച് ഒരു മെസ്സഞ്ചർ പ്രോഫറ്റ്. പക്ഷെ പ്രവാചകൻ എന്ന സംസ്കൃത വാക്ക്, പ്രവാചക എന്ന സംസ്കൃത വാക്ക് എടുക്കുമ്പോൾ അതില് വിശേഷാൽ പറയുന്നയാളെന്ന് വാച അക ഈ മൂന്ന് പ്രവാചക എന്ന വാക്ക് വരുമ്പോൾ വിശേഷാൽ പറയുന്നയാളുടെ ഈ ഗുരുവിനെ പ്രവാചകനാക്കാൻ ശ്രമിക്കുമ്പോൾ ഭാവിയുടെ പ്രവാചകൻ എന്ന് നമ്മൾ പറയുമ്പോൾ നാം ഈ ഗ്രീക്ക് പദത്തിലായിട്ടുള്ള ഇപ്പോൾ ഈജിപ്ഷ്യൻ ഇതിൽ നബി എന്ന് പറയും, അതാണ് നബിയായത്. പ്രവാചകനാണ് നബി എന്ന് പറയുന്നത്. പ്രവാചകൻ നബി എന്ന് പറയണ്ട, നബി എന്ന വാക്കിന്റെ അർത്ഥം പ്രവാചകൻ എന്നാണ്, പ്രോഫറ്റ് എന്നാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിനെ നാം അമാനുഷ്യനാക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ മെസ്സഞ്ചർ ആകുന്നയാൾ അമാനുഷ്യനാകുകയും ഗുരുവിനെ നമ്മൾ പ്രവാചകനാക്കാൻ ശ്രമിക്കുമ്പോൾ നാരായണ ഗുരുവിനെ നാം അമാനുഷ്യനാക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഗുരു ഒരു മനുഷ്യ സാധ്യതയാണ്. മനുഷ്യൻ എത്തിച്ചേരാൻ പറ്റുന്ന അത്യുന്നതമായ ജ്ഞാനത്തിന്റെ അത്യുന്നതത്തിൽ എത്തി നിൽക്കാനുള്ള മനുഷ്യ സാധ്യതയാണ് നാരായണ ഗുരു. സോക്രട്ടീസ് എന്ന പോലെ, ക്രിസ്തു എന്ന പോലെ, ഗാന്ധി എന്ന പോലെ മനുഷ്യൻ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വലിയ സാധ്യതയാണ് ഗുരു. അപ്പോൾ അസാധാരണനായ മനുഷ്യനാണ്, അമാനുഷ്യനല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഭാവിയുടെ പ്രവാചകൻ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയാണ് ഇപ്പോൾ ഇതിനു മുമ്പുള്ള സെഷന് പറഞ്ഞതും ഇപ്പൊ ഗോപി പറഞ്ഞതുമായ ജാതി നിർണയം എന്ന. അപ്പോ പുണർന്നു പേറുമെല്ലാം ഒരിനം എന്നാണ് പറയുന്നത്. മനുഷ്യനല്ല, ഗുരുവിൽ വന്ന വലിയൊരു പരിണാമം അതായിരിക്കും ഒരുപക്ഷെ ഗുരുവിൽ. എനിക്ക് അഭിലാഷിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഗുരുവിൽ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ ഈടുവയ്പ് എന്ന് പറയുന്നത് പ്രപഞ്ച ദർശനത്തിനെ മനുഷ്യ കേന്ദ്രത്തിൽ നിന്നും ഗുരു മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിലായി ആകുമ്പോഴേക്കും ഗുരു അവസാനമാകുമ്പോഴേക്കും പുണർന്നു വെറുമെല്ലാം ഒരിനം എന്ന് പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ ജനിക്കുന്ന എല്ലാം ഒരു ജാതി. പുണരാത്തത് ഇനമല്ല. പുണരാത്തത് ഇനി ജാതിയില്ല, പുണരുന്നതെല്ലാം ഒരു ജാതി. അത് എൻ്റെ മുമ്പിലൂടെ ഇപ്പോൾ നടക്കുന്ന ഉറുമ്പാകട്ടെ, ഈച്ചയാകട്ടെ, നായയാകട്ടെ, കടുവയാകട്ടെ, മനുഷ്യനാകട്ടെ, പുണർന്നു പെറുമെല്ലാം ഒരു ഇനം എന്നുള്ള ഈ മനുഷ്യ കേന്ദ്രീകൃതമായ പ്രപഞ്ച ദർശനത്തിൽ നിന്നും അദ്ദേഹം ജാതിയെ മറ്റൊന്നായി കാണുന്നു എന്നുള്ളത്. ഇതാണ് ലോകത്തിൽ ഇന്ന് ഭാവിയിൽ നാം എല്ലാ പ്രാപഞ്ചിക ദർശനങ്ങളെയും, എല്ലാ പാരിസ്ഥിതിക ദർശനങ്ങളെയും, എല്ലാ സാഹോദര്യ ദർശനങ്ങളെയും, എല്ലാ സമത്വത്തിൽ അടിസ്ഥാനപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ ദർശനങ്ങളെയും ഭാവിയിൽ നിർണ്ണയിക്കാൻ പോകുന്നത് ഗുരു മനുഷ്യനെ അതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ സ്വാമികൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു, നേരത്തെ ആദ്യത്തെ സംസാരത്തിൽ ദൈവദശകം ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ പി എൻ ഗോപികൃഷ്ണൻ പറഞ്ഞു, സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീ എന്ന ദൈവസങ്കല്പത്തിൽ കണ്ട ഗുരുവിൽ നിന്ന് വിഭിന്നമായി ഗുരു ഒരു വിഗ്രഹമായി, അല്ലെങ്കിൽ ഗുരു ഒരു ബിംബമായിട്ടായിരിക്കുമോ പുതിയ കാലത്ത് അല്ലെങ്കിൽ പുതിയ നൂറ്റാണ്ടിൽ അടയാളപ്പെടുത്തപ്പെടുക? അതിൽ അങ്ങയുടെ അഭിപ്രായം? വേദിയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ചേർന്നിരിക്കുന്ന ജിജ്ഞാസുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഭക്ഷണം കഴിക്കാൻ താമസിച്ചുകൊണ്ട് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. ബാക്കി രണ്ട് അഭിപ്രായവും പൂർണ്ണമായും അദ്ദേഹം പറയുന്നതും മനസ്സിലായില്ല. ഏതായാലും ഈ ഇന്നത്തെ ഇവിടെ സബ്ജക്റ്റായി നിർണയിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഭാവി ലോകത്തിൻ്റെ പ്രവാചകൻ എന്നാണ്. ആ സബ്ജക്റ്റ് ഞാൻ തന്നെയാണ് നിർണയിച്ചത് കേട്ടോ. ഗുരു കേരളത്തിൻ്റെ ഭാവി എന്നായിരുന്നു എഴുതിക്കൊണ്ട് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഗുരുവിനെ കേരളത്തിൻ്റെ ഭാവിയായിട്ട് പറയണ്ട, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ പ്രവാചകനായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ആ സബ്ജക്റ്റ് ഞാൻ നിർണയിച്ചത്. എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം,
ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണ്. ഇത് വേണ്ടവണ്ണം നടക്കുന്നില്ല. പാർശ്വ വീക്ഷണങ്ങളാണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഗുരു കേരളത്തെയോ ഭാരതത്തെയോ മുന്നിൽ കണ്ട ആളല്ല, ലോകത്തെയാണ് ഗുരു കണ്ടിരുന്നത്. ഇപ്പം ഭാഗവതമോ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ അതുപോലുള്ള ഭാരതീയ ഗ്രന്ഥങ്ങൾ, പുണ്യഗ്രന്ഥങ്ങൾ എടുത്താൽ അതിനകത്തൊക്കെ ഭാരതീയമായ ദേശത്തിൻ്റെ പരാമർശങ്ങൾ, ഹസ്തിനപുരവും കുരുക്ഷേത്രവും ഒക്കെ ഉണ്ട്. ബൈബിളും ഖുറാനും എടുത്ത് പഠിച്ചാലും ബേത്ലഹേമും യെരൂശലേമും മക്കയും മദീനയൊക്കെ. പക്ഷെ ശ്രീനാരായണ ഗുരു എഴുതിയ 75 കൃതികളുണ്ട്. കൃതികളിൽ ഒരു സ്ഥലത്ത് പോലും കേരളമെന്നോ ഭാരതമെന്നോ ഹിന്ദു എന്നോ ഒന്നും പറയുന്നു. ഗുരു ജഗത്ത്, ലോകം, മനുഷ്യർ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ആഗോള വീക്ഷണം, ഗ്ലോബൽ വീക്ഷണമാണ് ശ്രീനാരായണ ഗുരു വെച്ച് പഠിച്ചത്. ലോകത്തെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും. ഗുരുവിന് മുൻപുള്ള കാലത്തെക്കുറിച്ച് ചിന്തിച്ചാലും ഇപ്പോഴുള്ള കാലത്തെക്കുറിച്ച് ചിന്തിച്ചാലും ഇനി വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിച്ചാലും ഏറ്റവും സങ്കീർണമായ പ്രശ്നം, ദൈനംദിന ജീവിതത്തിലെ പ്രശ്നം ജാതിയും മതവും ദൈവവും. ഈ 3 പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്ത് മനുഷ്യജീവിതം സന്തോഷഭരിതമാക്കാനും പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ വീണ്ടെടുത്ത് എങ്ങനെ സാഹോദര്യബുദ്ധിയ ജീവിക്കാമെന്നും കാട്ടിത്തരികയാണ് വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരു ചെയ്യുന്നത്. ഗുരു 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ആരംഭം കുറിച്ചു. ഗുരുവിനെ സംബന്ധിച്ച് ഒരു ശിവനെ പ്രതിഷ്ഠിക്കുക എന്നതല്ല ഗുരുവിൻ്റെ ലക്ഷ്യം. ഒരു മഹിതമായ ദർശനം ലോകത്തിന് ഗുരു നൽകുകയാണ്. ശിവരാത്രി നാട് ശിവൻ, ശിവപുരാതനാണ്, ജാതിയില്ലാത്ത ശിവനാണ്. ദ്രാവിഡ സങ്കല്പത്തിൽ ജാതിയില്ല. അതുകൊണ്ടാണ് ശിവനെയും ശിവരാത്രിയൊക്കെ എടുത്തത്. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ശിവപുരാതനാണ്, ശിവനെ. എന്നിട്ട് ഒരു സന്ദേശം നൽകി. സാധാരണ പ്രതിഷ്ഠ നടത്തി കഴിയുമ്പം വേദത്തിലെ മന്ത്രങ്ങൾ, ഉപനിഷത്തിലെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമെങ്കിൽ ഗുരു അതൊന്നും ചൊല്ലാതെ പുതിയൊരു മന്ത്രം ഉണ്ടാക്കിച്ചു. ആ മന്ത്രമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാം ഇത് എന്നുള്ള ആ ഒരു സന്ദേശം. പിന്നീട് ഗുരുദേവന്റെ മുഴുവൻ ജീവിതവും 1888 മുതൽ 1928 വരെ 40 വർഷക്കാലത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ മുഴുവൻ ജീവിതവും ക്ഷേത്ര പ്രതിഷ്ഠകളും ശിവഗിരിമഠം സ്ഥാപിച്ചതും SNDP സ്ഥാപിച്ചതും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും സിലോണിലും എല്ലാം പോയി ചുറ്റി സഞ്ചരിച്ച് പ്രവർത്തിച്ചതും സന്യാസംഘത്തെ വാർത്തെടുത്തതും എല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ ആദ്യ സന്ദേശത്തിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടി. ജാതിഭേദം പാടില്ല. അദ്ദേഹം പറഞ്ഞു 1920-ലാണ് ജാതി നിർണ്ണയം, ജാതി രക്ഷണം. അതിനുശേഷമാണ് ജാതി വേണ്ടാന്ന് ഗുരു പറഞ്ഞത്. അങ്ങനെ 1888 തന്നെ പറഞ്ഞു ജാതിഭേദം വേണ്ട, ജാതിയില്ല. 88 തന്നെ ഗുരു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ഒരു മഹിതമായ ദർശനം ലോകത്തിന് നൽകിയിട്ട് അതിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ജാതിയും മതവും ദൈവവും എങ്ങനെയാണ് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയാണ് ഗുരു. ഇപ്പം ശാരദാമഠം ഗുരു 1912 പ്രതിഷ്ഠ നടത്തി. ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ശാന്തിക്കാരായി വെച്ചത് പുലയ കുട്ടികൾ. മന്നത്ത് പത്മനാഭൻ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ശിവഗിരി ചെന്നപ്പോൾ സി രാജഗോപാലാചാര്യ അടക്കമുള്ള ബ്രാഹ്മണന്മാർ പുലയക്കുട്ടികളിൽ നിന്നും തീർത്ഥവും പ്രസാദവും വാങ്ങുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. ജാതി വ്യത്യാസത്തെ എങ്ങനെ ഇല്ലാതാക്കാം? ഗുരുവിൻ്റെ പരിചാരകരായി നിർത്തിയതും പുലയക്കുട്ടികളെയാണ്. ഭക്ഷണം വിളമ്പുന്നതും പുലയക്കുട്ടികളാണ്.
അങ്ങനെ ജാതിഭേദത്തെ വിരുദ്ധമാക്കി ജീവിതം കൊണ്ട് കാട്ടുകയും പിന്നെ ഗുരുവിന്റെ കൃതികളും ഗുരുദേവന്റെ പ്രവർത്തനങ്ങളും അതൊന്നും നമുക്ക് പറയാൻ ഇപ്പോൾ സമയം. അതെല്ലാം മനുഷ്യർ എന്നുള്ള ഒറ്റ ലക്ഷ്യം. ഗുരു ഒരിക്കലും ഗുരുദേവന്റെ സന്ദേശങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവവും മനുഷ്യൻ, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മനുഷ്യരുടെ മതം ഭേഷം ഭാഷ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായി ദർശനം. ശങ്കര ദർശനം മനുഷ്യത്വത്തിലല്ല, അവിടെ ജ്ഞാനത്തിന് മുഖ്യത കൽപ്പിക്കൊണ്ട് ജ്ഞാനാചാര്യനായി നിന്നപ്പോ ശ്രീനാരായണ ഗുരു മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ പ്രായോഗിക വേദാന്ത ദർശനം ഗുരുദർശനത്തിന്റെ സവിശേഷത എന്താണ്? മനുഷ്യനെ കേന്ദ്രബിന്ദുവാണ്. വേദാന്തത്തില് ഈ ഒരു വലിയ നവീകരണം ഒരു വ്യക്തി, അത് പറയാനും വേറെ സമയം വേണ്ടി. അപ്പൊ മനുഷ്യൻ ഏകമാണ്, മനുഷ്യരെല്ലാം ഒന്ന്, അതാണ് നമ്മുടെ മതം. അത് കേരളത്തിലും ഭാരതത്തിലും അല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒന്നാണ്. അത് കഴിഞ്ഞ പിന്നെ മതമാണ് ഏറ്റവും സങ്കീർണമായ പ്രശ്നം ഉണ്ടാക്കുക. എൻ്റെ മതം വലുത്, മറ്റുള്ള മതം മോശം. എൻ്റെ ഗുരു വലുത്, മറ്റുള്ള ഗുരുക്കന്മാർ മോശം. എൻ്റെ മതഗ്രന്ഥത്തിലൂടെ മാത്രമേ മതഗ്രന്ഥമാണ് ഏറ്റവും വലുത്, എൻ്റെ മതവിശ്വാസത്തിലൂടെ മാത്രമേ സ്വർഗം. ഇങ്ങനെയുള്ള ചിന്താഗതികളെയൊക്കെ ഗുരുദേവൻ പൊളിച്ചു. ഗുരുദേവൻ മതത്തിലുപരി മനുഷ്യനെ, മതമല്ല വലുത്, മനുഷ്യന്. ഗുരു ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ കെട്ടുപോയാൽ പിന്നെ മതങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം, ദർശനങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? വ്യാസനും വസിഷ്ഠനും വാൽമീകിയും ശങ്കരാചാര്യരും ഈ പറയുന്ന പോലെ സോക്രട്ടീസും അരിസ്റ്റോട്ടലും ഒക്കെ ദർശനങ്ങൾ അവതരിപ്പിക്കുന്നു. മനുഷ്യൻ കെട്ടുപോയാൽ പിന്നെ ഇതുകൊണ്ടാക്കി എന്ത് പ്രയോജനം? അതുകൊണ്ട് മനുഷ്യനെ നന്നാക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അത് ഏത് വഴിയും മനുഷ്യനെ നന്നാക്കാം. മതമേതായാലും മനുഷ്യൻ നന്നാക്കാം. ഏത് മതത്തിൽ കൂടിയും മനുഷ്യന് നന്നാകാൻ പറ്റും. വാസ്തവത്തിൽ അതുവരെ ഉണ്ടായിരുന്ന വലിയൊരു വിശ്വാസത്തെ ഗുരു തള്ളിക്കളയുന്നു, പരിഷ്കരിക്കുന്നു. മനുഷ്യന് നന്നാകാൻ ഇന്ന ഗുരുവിൻ്റെ ഇന്ന മതഗ്രന്ഥത്തിൻ്റെ സഹായം വേണമെന്നുള്ള ആ ഒരു വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഏത് മതം വഴിയും മനുഷ്യന് നന്നാകാൻ സാധിക്കും. അത് ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും ശങ്കരൻ്റെയും ഒക്കെ ഉപദേശങ്ങൾ കൊണ്ട് മനുഷ്യന് നന്നാകാൻ സാധിക്കും. അത് കാട്ടിക്കൊടുത്തുകൊണ്ട് ഗുരു എന്ത് ചെയ്തു? സർവ്വമത സമ്മേളനം നടത്തിയാലും പ്രായോഗികമാക്കി. സർവ്വമത സമ്മേളനത്തിൻ്റെ ഏറ്റവും അവസാന ഗുരു പറഞ്ഞു, മതങ്ങളുടെ എല്ലാം സാരമേകമാണെന്ന് ഈ സർവ്വമത സമ്മേളനം തെളിയിക്കുന്നത് കൊണ്ട് ശിവഗിരിയിൽ ഒരു സർവ്വമത പാഠശാല 7 വർഷം കോഴ്സോടുകൂടി സർവ്വമത പാഠശാല ഇപ്പോഴും ഇവിടെയുണ്ട്. ഉപനിഷത്തും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം. അതോടൊപ്പം ബൈബിളും ഖുർആനും ധർമ്മമതൊക്കെ പഠിക്കണം. ഞങ്ങളതൊക്കെ പഠിച്ച് സന്യാസിമാരായവരാണ്. ആ സർവ്വമത പാഠശാല അതിൻ്റെ പ്രായോഗികത, മതങ്ങളുടെ എല്ലാം സാരമേകമാണ് എന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രായോഗികമാക്കണം. അതിന് എല്ലാവരും, എല്ലാ മതങ്ങളും ഗുരുവിൻ്റെ വാക്ക് സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിക്കും. എല്ലാവരും, എല്ലാ മതങ്ങളും സമബുദ്ധിയോടും സമഭക്തിയോടും, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ മതഗ്രന്ഥം, എൻ്റെ ഗുരു അത് വലുതാണെന്ന് ചിന്തിക്കേണ്ട. സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി എല്ലാവരും എല്ലാ മതസിദ്ധാന്തങ്ങളും പഠിക്കണം. ഇപ്പം ഞങ്ങൾക്കിവിടെ ബൈബിളിൽ സന്ധ്യാസമയത്ത് ഈ ഗുരുദേവൻ്റെ കൃതികളും പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ബൈബിളും ഖുറാനും പാരായണം, ദിവസവും ശിവഗിരി പാരായണം. ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കും, ഇത് പള്ളികളിലും മോസ്കുകളിലും എല്ലാ മതസ്ഥരുടെ സ്ഥാപനങ്ങളിലും ഉണ്ടായതിന് മതപ്രശ്നമുണ്ട്, മതപരിവർത്തനം. അപ്പൊ അതിന് ശാശ്വതമായ പരിഹാരമാണ് ഭഗവാൻ ഇവിടെ നമുക്ക് കാട്ടുന്നത്. ഗുരു സിലോണിൽ പോയപ്പോ ഒരു ഖാദറിനെ ഗുരുദേവന് കൂടെ കിട്ടി. ഒരു വലിയ പ്രമാണിയായിരുന്നു. ഈ ഖാദർ ഗുരുദേവനോടൊപ്പം സഞ്ചരിച്ച് ഗുരുദേവന്റെ ശിഷ്യത്വം സ്വീകരിച്ച് കഴിഞ്ഞു. പിന്നെ 1918 1926 ഗുരു വീണ്ടും പോയി. 26 ചെന്നപ്പോ
ഗുരുവിൻ്റെ അടുത്ത് ഭക്തന്മാരും സന്യാസിമാരും ഒക്കെ ഇങ്ങനെ വന്ന് പോകുന്നു. അതിലൊരാൾ വന്ന് ഇങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് തൊഴുത് നിൽക്കുക. ഗുരു ആളിനെ കണ്ടതായിട്ട് നടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, സ്വാമി എന്നെ മറന്നുപോയോ, ഞാൻ പഴയ ഖാദറാണ്, സ്വാമിയോടുള്ള ഭക്തി കൊണ്ട് ഞാൻ സന്യാസി, സ്വാമി എന്നെയും ശിഷ്യസംഘത്തിൽ ചേർക്കണം, ഞാനിപ്പോൾ ഖാദറല്ല കാന്തസ്വാമി. അപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് ഖാദറിനെ അറിയാം, കാന്തസ്വാമിയാകേണ്ടത്. നമ്മുടെ ശിഷ്യസംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഖാദറിന് കാന്തസ്വാമിയാകേണ്ടതില്ല, ഖാദറായിരുന്നാൽ മതി. ഇതാണ് ലോകത്തിന് ആവശ്യമായിരിക്കുന്ന ദർശനം. ഗുരുവിന് ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു അന്തേവാസി ഉണ്ടായിരുന്നു, ചാക്കോ. ഗുരു യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ ചാക്കോ തലമുണ്ടനം ചെയ്ത് മഞ്ഞവസ്ത്രവും ധരിച്ച് ശ്രീനാരായണ ദാസ് എന്ന പേരോടുകൂടി നിന്നു. സത്യവ്രത സ്വാമി അദ്ദേഹത്തെ ഗുരുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഗുരു ആളിനെ നോക്കിയിട്ട്, ആഹാ, ഇത് നമ്മുടെ ചാക്കോ ആണല്ലോ. അല്ല സ്വാമി, ഞാൻ ശ്രീനാരായണ ദാസാണ്, സ്വാമിയോടുള്ള ഭക്തി കൊണ്ട് ഞാൻ മുണ്ടനം ചെയ്തു, മഞ്ഞവസ്ത്രം എടുത്തു, ഞാൻ ശ്രീനാരായണ ദാസാണ്. ഗുരുദേവൻ പറഞ്ഞു, ഇതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് പഴയതുപോലെ വസ്ത്രവും ധരിച്ചിങ്ങ് വന്നാൽ മതി, നമ്മുടെ ആശ്രമത്തിൽ ചാക്കോയായി. ലോകത്തിനാവശ്യം ഈ ദർശനം. മതമല്ല, മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം. മതപരിവർത്തനം കൊണ്ടോ വിശ്വസിക്കുന്ന മതങ്ങളെ ഉപേക്ഷിച്ച് മറ്റു മതങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല പ്രയോജനം. എല്ലാ മതങ്ങളെയും എല്ലാ മതഗുരുക്കന്മാരെയും മതഗ്രന്ഥങ്ങളെയും തുല്യ പ്രാധാന്യത്തോടുകൂടി കണ്ടുകൊണ്ട് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായി ജീവിക്കും. ഗുരുവിനൊരു വിദേശ ശിഷ്യനുണ്ടായിരുന്നു, ഏർണസ്റ്റ് കർക്ക്. കർക്ക് ലോകരാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് ശിവരിയും ഗുരുവിന് ഇവിടെ അന്തേവാസിയായി താമസിച്ചു. അപ്പോഴീ ശാരദാമഠത്തിൽ വെച്ച് വിവാഹം നടന്നു. അമ്പലത്തിൽ വെച്ച് പണ്ട് വിവാഹം നടന്നില്ല. അപ്പോൾ ആ ശാരദാമഠത്തിൽ വെച്ച് ആ വിവാഹം നടക്കാൻ കാരണം കേരളത്തിൽ നിന്ന് നമ്മുടെ പരവൂരിൽ നിന്ന് ഒരു കരുണാകരൻ ജർമ്മനിയിൽ പോയി അവിടെയുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ക്രിസ്ത്യാനി കുട്ടിയെ കൊണ്ട് വീട്ടിൽ വന്നപ്പം വീട്ടുകാർ പറഞ്ഞു, ക്രിസ്ത്യാനി കുട്ടിയെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഗുരു പഠിച്ചെന്നിട്ട് പറഞ്ഞു, വിവാഹം നടക്കണം, നാം മാല എടുത്തത്. അങ്ങനെ ശിവഗിരി ശാരദാമഠത്തിൽ വെച്ച് കല്യാണം നടന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇത് ഒരു വിവാഹം എന്നതിനപ്പുറത്ത് പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുള്ള വേർതിരിവുകൾ ഇല്ലാതായി ലോകം ഒന്നായി തീരുന്നൊരു കാലമുണ്ടാകും. അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഇത്. പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുള്ള വേർതിരിവുകൾ ഇല്ലാതായി ലോകം ഒന്നായി തീരുന്നൊരു കാലമുണ്ടാകും, അതിൻ്റെ ഒരു തുടക്കമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഈ സായിപ്പിന് വളരെ ഇഷ്ടമായി. സായിപ്പ് ഗുരുവിൽ നിന്നും സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഒരിക്കലും ഗുരുവിനെ വിട്ടുപോകില്ല എന്ന് പറഞ്ഞു. സന്യാസം കൊള്ളാമല്ലോ, ഇവിടെ തന്നെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. സന്യാസം സ്വീകരിക്കുന്നു 1926 വിജയദശമി. അന്ന് സന്യാസം സ്വീകരിക്കുന്നതിന് മുണ്ടനം ചെയ്യണം, കാഷായ വസ്ത്രം മുണ്ടനം ധരിക്കണം, മൗനവ്രതം എടുക്കണം, ഉപവാസം എടുക്കണം, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞു, മൗനവ്രതവും ഉപവാസം ഒക്കെ എടുത്തു, നല്ലതാണ്, ശരീരത്തിനും മനസ്സിനും നല്ലതാണ്, പല മുണ്ടനം ചെയ്യേണ്ടതാണ്. മറ്റുള്ള ശിഷ്യന്മാരൊക്കെ മുണ്ടനം ചെയ്തു, കർക്ക് മുണ്ടനം ചെയ്തില്ല. കാഷായം കൊടുത്തു എല്ലാ സന്യാസിമാർക്കും. വിദ്യാനന്ദൻ, ആത്മാനന്ദൻ, ഇങ്ങനെ ഓരോ പേര് കൊടുത്തു, കാഷായം കൊടുത്തു സന്യാസിമാർ. കർക്ക സാഹിബിന്റെ സമയം വന്നപ്പോൾ ശിഷ്യന്മാർ ഗുരുവിന്റെ കയ്യിലേക്ക് ഒരു ജോഡി കാഷായ വസ്ത്രം വെച്ചപ്പോൾ ഗുരു കൈവച്ചിട്ട് പറഞ്ഞു, നമ്മുടെ മുറിയിൽ വൈദ്യമഠത്തിൽ ഒരു പൊതി കൊണ്ട് എടുത്തോണ്ട് വരാൻ പറ്റും. ആ പൊതി എടുത്തുകൊണ്ട് അഴിച്ചപ്പോൾ ഒരു ജോഡി പാൻറ്റും കോട്ടും ഷൂസും ടൈയുമാണ്. ഗുരുദേവൻ പാൻറ്റും കോട്ടും എടുത്ത് കൊടുത്തു. ധരിച്ചുകൊണ്ട് വന്നു. ഷൂസ് ഗുരു വെച്ച് കൊടുത്തു. ഷൂസ് ധരിച്ചു. ടൈ ഗുരുദേവൻ കെട്ടിക്കൊടുത്തു. പേരിനോടൊപ്പം സ്വാമി എന്ന് കൂടി ചേർത്തോളൂ, സ്വാമി ഏർണസ്റ്റ് കർക്ക്. പിൽക്കാലത്ത് ഗുരു നിത്യചൈതന്യ കോയമ്പത്തൂരിൽ ചെന്നപ്പോൾ ദ ലൈഫ് എന്ന പേരിൽ മാസിക നടത്തുന്ന ഏർണസ്റ്റ് കർക്ക് സ്വാമിയെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ബക്കറ്റിൽ വെള്ളവുമായിട്ട് ലാറ്ററിയിൽ പോകും. ടൈ കെട്ടിയിരിക്കും. ലാറ്ററിയിൽ പോകുന്നയാൾ എന്തിനാ ടൈ കെട്ടിയിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി, ഗുരു ശ്രീനാരായണ ഗുരു എനിക്ക് സന്യാസത്തിന് ചിഹ്നമായി കെട്ടിത്തന്നത് ഈ ടൈയാണ്. നമ്മളത് മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃക, ശ്രീനാരായണ ഗുരുവിൻ്റെ ഏക ലോക ചിഹ്നം. ഞാൻ ഈ താരതമ്യ പഠനമല്ല, ഇതിന് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ശ്രീനാരായണ ഗുരു സ്കൂളിലോ കോളേജിലോ പഠിച്ചിട്ട് ഉടുപ്പിട്ടിട്ടില്ല.
ഒരു ഷർട്ട് ഇട്ടിട്ടില്ല, ഒരൊറ്റമുണ്ട് ഉടുത്ത് ഒരൊറ്റമുണ്ടും പൊതിച്ച് കൃഷിവലിനെ പോലെ നടന്നു. ഏറ്റവും ഗ്രാമീണനാണ് ഗുരുദേവനെ നോക്കിയാൽ അങ്ങനെ കാണാൻ സാധിക്കും. പക്ഷെ ഭാരതത്തിന്റെ അഭിമാനഭാജനമായ വിവേകാനന്ദ സ്വാമി, യുവത്വത്തിന്റെ പ്രതീകമായിരിക്കുന്ന വിവേകാനന്ദ സ്വാമി, ആധുനിക വിദ്യാഭ്യാസം നേടിയ സ്വാമിജി അമേരിക്കയിലെ ചിക്കാഗോ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അതിൽ ആകർഷകമായിട്ട് ഒരു മാർഗരറ്റ് നോബൽ ശിശുത്വം സ്വീകരിച്ച് ഇന്ത്യയിലുണ്ട്. ആ മാർഗരറ്റ് നോബൽ പറഞ്ഞു, എനിക്ക് സന്യാസിയാണ്. സ്വാമിജി ആ സ്ത്രീയെ മുണ്ടനം ചെയ്ത് കാഷായ വസ്ത്രം കൊടുത്ത സിസ്റ്റർ നിവേദിത എന്ന് പേര്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവേകാനന്ദ സ്വാമി ആധുനിക വിദ്യാഭ്യാസം നേടി ലോകത്തെ മുഴുവൻ പ്രസംഗ പാഠവം കൊണ്ട് കീഴടക്കിയ ഒരു മഹാത്മാവാണ് എങ്കിൽ ശ്രീനാരായണ ഗുരു ഒരു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഗ്രാമീണനായി ജീവിച്ചതാണ് ഗുരുവിന്റെ പരിഷ്കാരം എവിടുന്നത്. ശാരദാമഠത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഗുരു ഇവിടുത്തെ പരിപാടി നിശ്ചയിച്ചത് ഒരു സ്ത്രീ സമ്മേളനം, ഒരു വിദ്യാർത്ഥി സമ്മേളനം, പിന്നീട് സ്പോർട്സും ഗെയിംസും. ഇത് 1912 മെയ് 1 ഇതിപ്പോ ഈ 2025 ഡിസംബർ മാസം 24 തീയതി ഇന്ന് ഒരു ക്ഷേത്രത്തില് ഒരു പ്രതിഷ്ഠ നടന്നാൽ അവിടെയുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമോ, സുദർശന ഹോമോ, മറ്റു ഹോമങ്ങളും അർച്ചനകളും ഒക്കെ നടക്കുകയല്ലാണ്ട് അവിടെ സ്പോർട്സ് ഗെയിംസ് നടത്താൻ ആരെങ്കിലും പറയും? 110 വർഷങ്ങൾക്ക് ഗുരു മുമ്പ് ഇത് കാട്ടിക്കൊടുക്കും. എന്താണ് മനുഷ്യത്വം, എന്തായിരിക്കണം മനുഷ്യന്റെ ജീവിത രീതി? ശിവയെ തീർത്ഥാടനം പ്രഖ്യാപിച്ചപ്പോൾ ഗുരു 8 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ വിദ്യാഭ്യാസം, പിന്നെ ശുചിത്വം. അത് ബോധപൂർവ്വം പറഞ്ഞതാണ്. കാരണം നല്ല ഈശ്വരഭക്തി ഉണ്ടാകണമെങ്കിൽ ശരിയായ വിദ്യാഭ്യാസം വേണം, ശരിയായ ശുചിത്വ ബോധം വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈശ്വരവിശ്വാസം കെട്ടുപോകും. ചാത്തനും ചാമുണ്ടി യക്ഷിയും പേയും പുള്ളും ഒക്കെ അവരുടെ ആരാധനമൂർത്തിയാവും. മനുഷ്യനെ തന്നെ കൊന്ന് രക്തമൊഴുക്കും. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ, വിവേകമില്ലെങ്കിൽ, ശുചിത്വമില്ലെങ്കിൽ. അത് സംഭവിക്കാതിരിക്കാനാണ് ആദ്യം വിദ്യാഭ്യാസം, ശുചിത്വം എന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ദൈവവിശ്വാസം പറഞ്ഞു. എന്നിട്ട് ഏറ്റവും അവസാനം അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? കൃഷി. ഇതൊക്കെ ഉണ്ടെങ്കിലും വയറിന്റെ കാര്യം നടക്കാതെ ജീവിതമില്ല. പിന്നീട് പണം സമ്പാദിക്കണം, വ്യവസായം ചെയ്യണം, കുടിൽ വ്യവസായം വേണം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം. ഏറ്റവും അവസാനം പറഞ്ഞു സാങ്കേതിക ശാസ്ത്ര പരിശീലനം. സാങ്കേതിക ശാസ്ത്ര പരിശീലനം നമ്മളത് ചിന്തിക്കണം. അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ആളുകൾ ആധുനിക ശാസ്ത്രം പഠിക്കണമെന്ന് ഇന്ത്യയിൽ വേറെ ഏത് ഗുരു പറഞ്ഞിട്ടുണ്ട്? ഗാന്ധിജിയോ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയോ അംബേദ്കറോ ആധുനിക പരിഷ്കർത്താക്കളായ എത്ര ആളുകൾ പറഞ്ഞു? 100 വർഷങ്ങൾക്കാണ് ഗുരു അത് പറഞ്ഞു. ഇന്ന് 95 വയസ്സുള്ള വല്യമ്മച്ചിയുടെ കയ്യില് പച്ചപ്പുറ. ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്ന രൂപത്തിൽ ഇന്ത്യ ശാസ്ത്ര പരിഷ്കരണം നടത്തി പോയി മടങ്ങി വന്ന് ഞാൻ വിശദീകരിക്കുന്നതിൻ്റെ സമയക്കുറവുണ്ട്. അത്രയേറെ ആധുനികമായി ഭാരതം ഉയർന്നു കഴിഞ്ഞു. പക്ഷെ ഇത് ദീർഘദർശന പാഠവത്തോടുകൂടി കണ്ടുകൊണ്ട് പുതിയ തലമുറ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിക്കണമെന്ന് ഗുരു പറഞ്ഞു. അങ്ങനെ ഗുരുവിന്റെ ജീവിതം നാം എടുത്ത് പരിശോധിച്ചാൽ തികച്ചും ആധുനികമായ കാഴ്ചപ്പാടോടുകൂടി ഗുരു ജീവിതം നയിച്ചു. ജാതിയുടെയും മതത്തിന്റെയും പേരുള്ള ഭേദചിന്തകളെ അകറ്റിക്കൊണ്ട് ദൈവമക്കളായ മുഴുവൻ ആളുകളും ആത്മസഹോദരൻ. അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദ്യമായ ആത്മരൂപം. ഞാനെന്നും നീയെന്നും അവനെന്നും ഇവനെന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും ഇസ്ലാമെന്നും ഭേദമില്ല. എല്ലാവരും ഒരേ ചെയ്തിരിക്കും. ഇന്ത്യക്കാരനെന്നോ ഇറാനെന്നോ അമേരിക്കയെന്നോ കുവൈറ്റെന്നോ പാകിസ്ഥാനെന്നോ റഷ്യയെന്നോ ചൈനയെന്നോ എന്നോ ഭേദമില്ല. സൂര്യന് കീഴിൽ സപ്തഭൂഖണ്ഡങ്ങളിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും ആത്മസഹോദരങ്ങളാണ്. ഇതാണ് ഗുരുദേവന്റെ ദൈവസത്യം. ഗുരുദേവൻ ദൈവത്തെ പറയുന്ന അവിടെയാണ്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും മഹിമയും നീയും എന്ന ഉള്ളിലാകണം. ആഴിയിൽ നിന്നും ഉണ്ടായ നുരയും പതയും തിരയും കുമളയും എല്ലാം വെള്ളമാണ്. അതേപോലെ ഒരു ദൈവത്തിൽ നിന്നും ഉണ്ടായ എല്ലാ മനുഷ്യരും, ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഇസ്ലാം എന്നോ ഈ വേദം വേണ്ട, എല്ലാ മനുഷ്യരും മാത്രമല്ല മീനായതും മാനായതും പക്ഷിയായതും പറവയായതും ജീവന്റെ തുടിപ്പുള്ളത് എല്ലാം നീ നാമരൂപത്തിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുന്ന ഈ ഞാനായതും എല്ലാം ഒരേ ചൈതന്യം. അതുകൊണ്ട് ഒരേ സിദ്ധാന്തം ഒന്നേ ഉള്ളൂ, എല്ലാവരും ആത്മസഹോദരങ്ങളായി ജീവിക്കും. ഗുരുവും ഗാന്ധിയും നിത്യപരിണാമിയാണെന്ന് അങ്ങ് പറഞ്ഞു. ഗാന്ധിജിയുടെ ശരിയായിരിക്കാം, ഗുരുവിൻ്റെ ശരിയല്ല. ഗുരുവിൽ പരിണാമം സംഭവിക്കുന്നതേ. ഗുരുവിൻ്റെ ബാല്യം തൊട്ട് ഗുരുവിൻ്റെ 73 വയസ്സ് വരെയുള്ള ജീവിതം എടുത്ത് പഠിച്ചാൽ
ഒരു പരിണാമമല്ല അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ജീവി എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഗുരുവിനൊരു 5 വയസ്സുള്ള കാലം. ഗുരുവിൻ്റെ ആ കാലത്ത് ചെമ്പഴന്തിയിലുണ്ടായിരുന്ന ഗുരുവിൻ്റെ ഒരു കളിക്കൂട്ടുകാരന് ഒരു അണ്ണാനെ അണ്ണാനൊരു പ്രാവിനെ, ഈ പ്രാവിനെ കൊണ്ടുവന്ന് അതിൻ്റെ ചിറക കണ്ടു ഓടിച്ച് അതിനെ കൊല്ലാൻ ഇറങ്ങിയപ്പോൾ ഈ കൊച്ചു കുഞ്ഞായ ഗുരു അതിനെ പിടിച്ചു വാങ്ങിച്ചിട്ട് അച്ഛൻ്റെ കൈ കൊടുത്തു. അച്ഛൻ വൈദ്യനാണ്. ഇതിന് പറന്ന് നടക്കാൻ പറ്റി മരുന്ന് കേൾക്കാൻ പറ്റും. മരുന്ന് കഴിച്ചിട്ട് അതിനെ ശുശ്രൂഷിച്ചു. അതിന് പറന്നു പോകാൻ പറ്റാവുന്ന ഭാഗമെന്ന് പറത്തി. കൊച്ചായിരിക്കുമ്പോഴും ആ ജീവബോധം. ആ കാലത്ത് ഗുരു ഒരു മാവിൻ്റെ ചോട്ടിൽ ഓടിച്ചാടി കളിക്കുമ്പോൾ മാവിൽ നിന്നും മാങ്ങ ഇങ്ങനെ വീണപ്പോൾ കുട്ടികൾ മാങ്ങ ഓടിച്ചെടുത്തു. ചില കുട്ടികൾ മാങ്ങ കിട്ടിയില്ല. അപ്പോൾ കല്ലെടുത്തെറിഞ്ഞു, ചീത്ത പറഞ്ഞു, വഴക്കുണ്ടായി. അപ്പോൾ ഈ 5 വയസ്സുള്ള നാണക്കുട്ടി പറഞ്ഞു, നിങ്ങൾ ഈ മാവിനെ കല്ലെടുത്തെറിയരുത്, മാവിനെ വേദനപ്പെടുത്തരുത്, മാവ് നമ്മുടെ അമ്മ. സ്വന്തം അമ്മയായ കുട്ടിയമ്മയുടെ ജീവനും തൻ്റെ ജീവനും കൂട്ടുകാരുടെ ജീവനും എല്ലാ ജീവന്മാരും ഒറ്റ ജീവനാണ്. ജീവോ ബ്രഹ്മൈവ നാമജ എന്നുള്ള അദ്വൈത സിദ്ധാന്തം ഗുരുവിന് ജന്മാർജിത. അതുകൊണ്ട് ഗുരുവിന് അത് പരിണാമം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗുരുവിനെ ആജന്മ ശുദ്ധൻ എന്ന് പറയാൻ കാരണം. ഗുരുവിൻ്റെ ശിഷ്യൻ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആജന്മ ശുദ്ധ മഹിളാഗമ സാരവിജ്ഞം എന്നാണ്. ജന്മനാൽ തന്നെ ഗുരുവിന് ഈ ഒരു ബോധതലം ഉണ്ടായി. ഗുരു ജനിച്ചപ്പോൾ കരഞ്ഞില്ലല്ലോ. എല്ലാവരും കരഞ്ഞല്ലോ ജനിക്കും. എന്നിട്ട് ഗുരു കരഞ്ഞില്ല. അതിന് നല്ല വ്യാഖ്യാനം കൊടുത്താൽ ഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ള ഈശ്വരൻ്റെ ബോധതലം അത് ഗുരുവിൽ നിന്നും മാഞ്ഞുപോയി. ഗർഭത്തിൽ കിടക്കുന്ന ഒരു ശിശുവിന് ഞാൻ ഈശ്വരനാണ് എന്നുള്ള ബോധമുണ്ട്. അത് ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ജനിക്കുമ്പോൾ അത് മറന്നു പോകുമ്പോൾ അപ്പോഴാണ് നിലവിളിക്കുന്നത്. പക്ഷെ ഗുരുവിനെ സംബന്ധിച്ച് ആ മറവി ഉണ്ടായി, സ്വരൂപ വിസ്മൃതി ഉണ്ടായി, സ്വരൂപ ജ്ഞാനമുണ്ടായി. അതുകൊണ്ടാണ് ഗുരു ജന്മം മുതൽ ഒരേ ഒരു പരിണാമ വിധേയമാകുന്നില്ല ഗുരുവിന്. അത് മറ്റുള്ള ആളുകൾക്കുണ്ടാകും. ഒരു സത്യദർശിയായ മഹാഗുരുവിനെ സംബന്ധിച്ചത് സംഭവിക്കില്ല. അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടോ? നമ്മൾ സമയം അവസാനിക്കില്ലേ? എനിക്ക് ഗുരുവിൻ്റെ ശിഷ്യന്മാരോ ഓരോ ശിഷ്യരും മറ്റ് ശിഷ്യനിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരുന്നു. സത്യസ്വാമികളെ പോലെ ആയിരുന്നില്ല. ജോൺ ധർമ്മധർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നടരാജ ഗുരു ആയിക്കോട്ടെ, അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പനായിക്കോട്ടെ, ശിഷ്യന്മാരെല്ലാം വ്യത്യസ്തരായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ദർശന സാധ്യതകളുമുള്ള ശിഷ്യരെ പ്രദാനം ചെയ്ത മഹാഗുരു ആയതുകൊണ്ട് തന്നെ സ്വാമികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഗുരുവിനെ കുറിച്ച് സൂക്ഷിക്കുവാൻ എനിക്ക് ഇതിനെ സംബന്ധിച്ചൊരു ചെറിയൊരു വിവരണം കൂടെ പറയാം. ഗുരുവിൻ്റെ ദൈവദശകം പ്രാർത്ഥനയിൽ ആഴം ഏറും നിന്മഹസാൽ നരിസൂര്യനെ ദൈവമഹസ് ആഴം ഏറിയതാണ്. അതിൻ്റെ അഗാധതയിൽ ചെല്ലണം. അഗാധതയിൽ ചെന്നില്ലെങ്കിൽ വേദവ്യത്യാസമുണ്ട്. കടൽ കാണാൻ പോയി, ഒരാൾ കരയ്ക്ക് നിന്ന് കടൽ കണ്ടു, വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കണ്ടു, കുറച്ചുകൂടെ വെള്ളത്തിന് മുന്നോട്ട് പോയി, അതിൻ്റെ തിരമാലകളുടെ ഇടയിലൂടെ പോയി, പിന്നെയും മുന്നോട്ട് പോയി വെള്ളത്തിൽ ഊളിയിട്ട് തുടിച്ച് കുളിച്ചു. ഇവർക്കെല്ലാം കടലിനെ കുറിച്ച് അറിഞ്ഞതാണ്. എല്ലാവരുടെയും കടലിൻ്റെ അനുഭവം ഒന്നല്ല, വിഭിന്നമാണ്. അതുപോലെ ഈശ്വരനെ അന്വേഷിച്ച് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന സാക്ഷാത്കാര അവസ്ഥ അനുസരിച്ച് അത് പൂർണ്ണമായില്ലെങ്കിൽ ഭേദവ്യത്യാസം. സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിതാദൃഢം പരസ്പരം വിരുദ്ധ്യന്റെ ധൈര്യം എന്ന വിരുദ്ധ്യം. ഗുരുദേവൻ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് ഉപദേശിച്ചത് ആ പരിപൂർണമായ ആഴമേറുന്ന മനസ്സിൻ്റെ അഗാധതയിൽ ചെന്നു. അതറിയണമെങ്കിൽ ഗുരുദേവൻ്റെ 2 കൃതികൾ, ആത്മവിലാസം എന്ന കൃതി, അതുപോലെ ദൈവചിന്തനം എന്ന കൃതി, 2 കൃതി എഴുതിയിട്ടുണ്ട്. ആ കൃതിക്കകത്ത് ഗുരു എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഉപാസന ചെയ്തു പോകുമ്പോൾ ചിത്തിലടക്കി ചിത്തുമായി നിൽക്കും, പിന്നെയും പൂർവ്വവാസനകൾ പരുത്ത് പണ്ടത്തെ പോലെ തോന്നും, അതും ചിത്തിലടക്കി ചിത്തായി നിൽക്കണം. ഇങ്ങനെ മുന്നോട്ട് പോയി നിർവാസനമായി നിൽക്കുന്നൊരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ആ അവസ്ഥയാണ് പരിപൂർണ അവസ്ഥ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭേദമില്ല. ആ ഭേദമില്ലാത്ത അവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് ഗുരുദേവന് ദൈവവിശ്വാസമുള്ള കുമാരനാശാനെയും ദൈവവിശ്വാസം ഇല്ലാത്ത
സഹോദരൻ അയ്യപ്പനെയും മതവിശ്വാസമുള്ള PK മാധവനെയും മതവിശ്വാസമില്ലാത്ത ശ്രീകൃഷ്ണനെയും അതുപോലെ ദാർശനികനായ നടരാജ ഗുരുവിനെയും സന്യാസിവര്യനായ സത്യവ്രതനെയും MC യോസഫിനെയും രാമവർമ്മ തമ്പുരാനെയും മതനിഷേധികളെ എല്ലാം ഗുരുവിന് കൂട്ടാൻ സാധിച്ചത് ഈ ദൈവമഹസിന്റെ അഗാധതയിൽ എത്തിയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും ഇതിൽ വന്നു. ഗുരു സർവമത സമ്മേളനം 1924 നടത്തുമ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. സമാന വിധത്തിൽ നമ്മളും വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്ന ആ ഗുരു സങ്കല്പത്തിൽ തന്നെയായിരുന്നു ഈ ചർച്ച നടത്തിയത്. 1 മണിക്കൂർ വളരെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ. ഗുരു എങ്ങനെയാണ് ഭാവി ലോകത്തിന്റെ പ്രവാചകനാകുന്നത് എന്ന് അടിവരയിടുന്ന ഗുരു, യുഗ പ്രഭാവനായ ഗുരു വരുന്ന നൂറ്റാണ്ടുകൾക്കും ഒരു യുഗ നക്ഷത്രമാകും എന്ന് വിശദീകരിക്കുന്ന വളരെ സാർത്ഥകമായ ചർച്ചയാണ്. ഞാൻ 3 പേർക്കും നന്ദി പറയുന്നു. ഒപ്പം ഈ സദസ്സിനും താങ്ക് യു.